ഹായ് ഓൾ, വെൽക്കം ടു ഈഗിൾസ്. അപ്പോൾ CA ഫൗണ്ടേഷൻ റിസൾട്ടൊക്കെ വന്നു. നമുക്കറിയാം നമ്മളെ സുഹൃത്തുക്കളും നമ്മളെ പരിചയത്തിലുള്ളവരും നമ്മളെ ക്ലാസ്സിലുള്ളവരൊക്കെ പാസ്സായിട്ടുണ്ടാവാം. നമ്മൾ മാത്രം തോറ്റു അല്ലെങ്കിൽ നമ്മൾ ഫെയിലിയർ ആയി എന്ന സങ്കടത്തിലായിരിക്കാം നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരിക്കാം. എസ്പെഷ്യലി 200 എബോവ് കിട്ടിയിട്ട് ഫെയിലിയർ ആയവരുണ്ട്, 180 റേഞ്ചിൽ കിട്ടിയിട്ട് ഫെയിലിയർ ആയവരുണ്ട്, കഷ്ടപ്പെട്ടിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെ പോയവരുണ്ട്, നല്ല മാർക്ക് ഉണ്ടായിട്ടും ഏതെങ്കിലും സബ്ജക്റ്റിന്റെ കാരണം കൊണ്ട് ഫെയിലിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. ഇത്തരം വിദ്യാർത്ഥികളോട് റിസൾട്ട് ഡേയിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. CAക്ക് വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫെയിലിയർ എന്ന് പറയുന്നത്. അത് അതിന്റെ ആദ്യ കടമ്പയായിട്ടുള്ള CA ഫൗണ്ടേഷൻ ലെവലിൽ ഒരുപക്ഷെ നിങ്ങൾ ഒന്നാമത്തെ അറ്റംപ്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ 2 3 അറ്റംപ്റ്റിലായിരിക്കാം നിങ്ങൾ ഈ ഫെയിലിയർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തോൽവി എന്ന് പറയുന്ന സാധനം നിങ്ങൾ കഴിഞ്ഞ 6 മാസം അല്ലെങ്കിൽ 8 മാസം അല്ലെങ്കിൽ 4 മാസം നിങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടിന്റെ മാത്രം റിസൾട്ടാണ്. അല്ലാതെ നിങ്ങളുടെ ലൈഫിൽ തീരുമാനിക്കുന്ന, നിങ്ങളുടെ ലൈഫ് അവസാനിക്കുന്ന ദിവസമോ അല്ലെങ്കിൽ ലൈഫിൽ ഇനി നിങ്ങൾക്ക് ഉയരാൻ കഴിയില്ല എന്ന തീരുമാനമോ അല്ലെങ്കിൽ ലൈഫിൽ നിങ്ങൾക്ക് ഇതോടുകൂടി ഇനി CA നടക്കൂല എന്ന തീരുമാനമോ എടുക്കേണ്ട ഒരു തീരുമാനത്തിന് എത്തിക്കേണ്ട റിസൾട്ട് അല്ല. ഞാനടക്കമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ CA പഠിക്കുന്നതിന്റെ ഭാഗമായി ഫെയിലിയറിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ തോൽക്കുന്ന ദിവസം നമ്മളെ മനസ്സിനോട് ആണയിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്, ഒരിക്കലും റോങ് ആയിട്ട് പറയാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ കഴിഞ്ഞ വർഷത്തെ എഫേർട്ടിന് അനുസരിച്ചുള്ള ഒരു മാർക്ക് എനിക്ക് കിട്ടി, ഇനി അതിലും ബെറ്റർ ആയിട്ടുള്ള എഫേർട്ട് കിട്ടേണ്ടതുണ്ട്. ഞാൻ സാധാരണ പറയാറുള്ളത്, CA ഒക്കെ പാസ്സാവണ സമയത്ത് നമ്മൾ കാണാറില്ലേ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര നമ്മൾ ഇൻസ്പയർഡ് ആയി പോകും. അതിന്റെ കാരണം ആ ചാർട്ടേഡ് അക്കൗണ്ട് ഭയങ്കര സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. എങ്ങനെ ഒരു CAക്കാരൻ ഇത്രയും സെൽഫ് മോട്ടിവേറ്റഡ് ആവണേ? അവൻ ഉദ്ദേശിച്ച അവന്റെ കഷ്ടപ്പാടുകൾക്ക് അവസാനം അവന് കിട്ടുന്നത് ഫെയിലിയർ ആണെങ്കിൽ അവൻ വീണ്ടും മുഴുവൻ എനർജിയും ക്രിയേറ്റ് ചെയ്ത് 100% സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്ത് 100% കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്ത് എല്ലാത്തിനെയും തരണം ചെയ്ത് എല്ലാ സങ്കടങ്ങളും മാറ്റിവെച്ച് വീണ്ടും പഠിക്കാൻ തയ്യാറാവണം. അവനെ തന്നെ പുഷ് ചെയ്യണം. ചുറ്റുപാടുകൾക്കിൽ നിന്ന് സഹതാപങ്ങളും സങ്കടങ്ങളും ചിരികളും കരച്ചിലുകളും കേൾക്കുമ്പോഴും തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അവൻ ഉണ്ടാക്കിയെടുക്കുന്ന വാശി, അടുത്ത അറ്റംപ്റ്റിൽ ഞാൻ പാസ്സാകും, ഇത്രയൊക്കെ മാർക്ക് എനിക്ക് കിട്ടിയില്ലേ, ഇനി എന്റെ 100% എഫേർട്ട് ഞാൻ ഇട്ടിരിക്കും, എന്നെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം എഫേർട്ട്. ഇപ്രാവശ്യം എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് വന്നത്, എവിടെയൊക്കെയാണ് എനിക്ക് പ്രയാസങ്ങൾ വന്നത്, ഏതിലൊക്കെയാണ് എനിക്ക് മാർക്കുകൾ കുറഞ്ഞ്, അതെല്ലാം പൂർണ്ണമായിട്ടും ഞാൻ 100% ഞാൻ ക്ലിയർ ചെയ്തുകൊണ്ട് അടുത്ത അറ്റംപ്റ്റിൽ ഏറ്റവും നല്ല മാർക്കോട് കൂടി പാസ്സാവും. ഈ തീരുമാനങ്ങൾ എടുക്കുന്നവനാണ് CAക്കാരൻ. അത് ഓരോ റിസൾട്ട് ഡേയിലും അടുത്ത വരാൻ പോകുന്ന 100 ദിവസങ്ങൾ കഴിഞ്ഞ് ഇരിക്കുന്ന നിങ്ങളുടെ എക്സാമിനെ ഇന്ന് മുതൽ പഠിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ട്. യു ആർ ട്രസ്റ്റിംഗ് യുവർ സെൽഫ്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വിശ്വാസമുണ്ട്. ഞാൻ പഠിച്ചാൽ എന്തായാലും ഞാൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവും, ഞാൻ എന്തായാലും ഒരു CAക്കാരനാവും. ഇപ്പൊ വന്ന റിസൾട്ടിൽ ഞാൻ തളർന്നു പോവാതെ 100% എന്റെ എഫേർട്ട് ഇട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, പാസ് ആവും എന്നുള്ള ഒരു വാശിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ദിവസം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇത് പാരന്റ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അവന് പറ്റും, അവൾക്ക് പറ്റും എന്ന ഒരൊറ്റ ഉറച്ച വാക്ക് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്റെ ഉമ്മക്ക് എന്നോട് എപ്പോഴും വരാനുള്ള ഒരു കാര്യമാണ്, നീ പാസ്സായില്ലെങ്കിൽ പിന്നെ ആര് പാസ്സാവണം, നീ എന്തായാലും പാസ്സാവും, നിന്നെ കൊണ്ട് പറ്റും, നീ പഠിച്ചാൽ എന്തായാലും കഷ്ടപ്പെട്ട പാസ്സാവും. ആ ഒരു വിശ്വാസം നമുക്ക് നൽകുന്നുണ്ട്, ഒരു ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എത്രയൊക്കെ പരാജയങ്ങളും പ്രശ്നങ്ങളും നമ്മളെ മുമ്പിൽ ഉണ്ടായാലും ടെൻഷൻ അടിച്ചാലും ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടായ ടെൻഷൻ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, പെയിൻഫുൾ സിറ്റുവേഷൻ, നിങ്ങളുടെ സാക്രിഫൈസിങ് ലെവൽ, ഇതായിരിക്കണം അടുത്ത എക്സാമിൽ പാസ് ആവുന്നത് വരെ നിങ്ങളുടെ ഊർജം ഉണ്ടായിരിക്കണ്ടേ. നമ്മളൊക്കെ ശ്വസിക്കുന്ന ശ്വാസത്തിന്റെ ഊർജ്ജത്തിലാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ അടുത്ത എക്സാം വരെ നിങ്ങളെ പഠിക്കാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ഊർജ്ജം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ സങ്കടങ്ങളും പ്രശ്നങ്ങളും കരച്ചിലുകളും സഹതാപമായിട്ടുള്ള നിങ്ങളെ സിറ്റുവേഷനുമാണ് ഈ വരാൻ പോകുന്ന 100 ദിവസങ്ങളിൽ നിങ്ങളെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അതിൽ നിങ്ങൾ പ്രധാനമായിട്ടും ഒരു വലിയ തീരുമാനമെടുക്കണം. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പഠിക്കണോ അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള സെലക്ട് എവിടെയെങ്കിലും പോയി പഠിക്കണോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് ഒരു നല്ല തീരുമാനത്തിലായിരിക്കണം നിങ്ങളെ നെക്സ്റ്റ് സ്റ്റെപ്പ് മൂവ് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അതിന് ഈഗിൾസിൽ നിങ്ങൾക്ക് എന്ത് പ്രസക്തി എന്നതിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഈഗിൾസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ കോളേജ് ആണ്. ഇത്തവണ
നിങ്ങൾ ആലോചിക്കണം, ഒരു സെന്ററിൽ നിന്ന്, ഒരു കോച്ചിങ് സെന്ററിൽ നിന്ന് പാസ്സായത് 112 വിദ്യാർത്ഥികൾ, ഈവൻ എ സിംഗിൾ ബ്രാഞ്ച്. ഇത് ഒരുപാട് ആളുകൾക്കുള്ള വെല്ലുവിളികളാണ്. കാരണം എന്താ, നമുക്ക് ചുറ്റുമുള്ള പലരും 5 വർഷം മുൻപ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള 5 വർഷം മുൻപ് രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ 5 വർഷത്തിനിടയ്ക്ക് എപ്പോഴൊക്കെ പഠിച്ചോ ആ വിദ്യാർത്ഥികൾ ആരെങ്കിലും പാസ്സായിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വിളിച്ച് പാസ്സായിട്ടുണ്ടോ എന്ന് ചോദിച്ച് നമ്മുടെ റിസൾട്ടിൽ ആഡ് ചെയ്യുന്നു. അങ്ങനെയുള്ളവരല്ല ഈഗിൾസിൽ പാസ്സായിട്ടുള്ളത്. കഴിഞ്ഞ മുൻപെങ്ങാനും റെക്കോർഡ് ക്ലാസ്സുകൾ വാങ്ങിയോ? ഈഗിൾസുമായിട്ട് എപ്പോഴെങ്കിലും CA ഒരു ബന്ധം വന്നോ? ആ ബന്ധത്തിന്റെ പേരിൽ ആ കുട്ടിക്ക് വിളിച്ച് ചോദിച്ചാൽ ആ കുട്ടി റിസൾട്ട് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് റിസൾട്ട് ഇടുന്ന രീതിയല്ല ഈഗിൾസിൽ ഫോളോ ചെയ്യുന്നത്. ഈഗിൾസ് ബ്രാൻഡ് ചെയ്യുന്നതും ഈഗിൾസ് പറയുന്നതും ഈഗിൾസ് കൊടുക്കുന്നത് എഗ്രിമെന്റും വിശ്വാസവും. ഓരോ സിംഗിൾ ക്ലാസ് റൂമിൽ നിന്ന് എത്ര പേര് പാസ്സായി? ഈഗിൾസിന് ആകെ ഒറ്റ സെന്റർ ആണുള്ളത്. ആ കേരളത്തിലെ മലപ്പുറത്ത് എന്ന് പറയുന്ന സെന്ററിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വന്നിട്ടും അറൌണ്ട് നമ്മുടെ സിസ്റ്റം പ്രകാരം, നമ്മൾ പറയുന്നത് പ്രകാരം, നമ്മൾ പഠിക്കാൻ പറഞ്ഞ പ്രകാരം നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അവസാനം വരെ ഈഗിൾസിനെ ഫോളോ ചെയ്ത് നിന്നവരും. അതുപോലെ തന്നെ ഈഗിൾസിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റം കാരണം വീട്ടിൽ പോയി നിന്ന് പഠിച്ച് നമ്മൾ ഓൺലൈൻ സെഷൻസും ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ എക്സാംസുകളും ഫോളോ ചെയ്ത് 100% ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റണം, ഞങ്ങളെ മുഴുവൻ എഫേർട്ടും അവരുടെ പാസ്സാവുന്നതിൽ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ പാസ്സാവാൻ ഞങ്ങളെ 100% ശ്രമം വന്നിട്ടുണ്ട് എന്ന് പറയുന്ന 153 വിദ്യാർത്ഥികളിൽ നിന്ന് 112 വിദ്യാർത്ഥികളാണ് പാസ്സായത്. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ടാസ്ക്. അല്ലെങ്കിൽ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ടാസ്കേ അല്ല ഇത്രയും പേര് പാസ്സാക്കുക എന്നുള്ളത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഒരു 112 വിദ്യാർത്ഥികൾ സിംഗിൾ സെന്ററിൽ നിന്ന് പാസ്സാവണമെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും, അതിന് വേണ്ട ടീച്ചേഴ്സ് എത്രമാത്രം എഫേർട്ട് ഇട്ടുണ്ടാവും, മെന്റേഴ്സ് എത്രമാത്രം എഫേർട്ട് ഇട്ടുണ്ടാവും. ഒരു കൂട്ടായ പ്രവർത്തനം, ഇതിനേക്കാൾ ഒക്കെ ഉപരി പാരന്റ്സ് കൊടുത്തിട്ട് ബെസ്റ്റ് സപ്പോർട്ട്. ഈ സപ്പോർട്ടോടും കൂടി ചേർന്നപ്പോ ഒരു കൂട്ടായ പ്രവർത്തനം വന്നപ്പോ റിസൾട്ട് ഉണ്ടാക്കിയെടുത്തു. അതിൽ തന്നെ ഫെയിലിയർ ആയിട്ട് ഉള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. 200-ന് മുകളിൽ മാർക്ക് കിട്ടി തോറ്റവര് 15ഓളം പേരാണ്. 200 മാർക്കിന് മുകളിൽ കിട്ടിയിട്ട് 1-2 സബ്ജക്റ്റിൽ ചെറിയ സ്ക്രാച്ച് വന്ന് പോയവര് 15ഓളം പേര്. അവർ അടുത്ത തവണ ഉറപ്പായിട്ടും പാസ്സാവും. അതുപോലെ തന്നെ 180 to 190 റേഞ്ചിൽ കിടക്കുന്നവര് ഒട്ടനവധി. ഈ പറയുന്ന വിദ്യാർത്ഥികൾ, ഈ തോറ്റ വിദ്യാർത്ഥികളായിക്കോട്ടെ, അവരുടെ മാർക്കിംഗ് ആണ് നിങ്ങൾ നോക്കണ്ടേ. ഈഗിൾസിൽ കിടക്കുന്ന തോറ്റ വിദ്യാർത്ഥികളുടെ മാർക്കിംഗ് ലെവൽ. സോ യു ആർ ഗോയിങ് ടു പാസ് ഇൻ ദ നെക്സ്റ്റ് അറ്റംപ്റ്റ്. നമുക്ക് നമ്മുടെ കുട്ടികളെ കുറിച്ച് 100% വിശ്വാസമാണ്. കഴിഞ്ഞ ഇപ്രാവശ്യം തോറ്റ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ചെറിയ മാർക്കിന് പോയ വിദ്യാർത്ഥികളെ 100% തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ടുള്ള ടാസ്കാണ്. ആ മിഷനിലേക്ക്, അതായത് വരാൻ പോകുന്ന ജൂൺ എക്സാമിന് വേണ്ടി നമ്മൾ തുടങ്ങുന്ന ഒരു മിഷനാണ്. ആ മിഷനിലേക്ക് നിങ്ങൾക്ക് കൂടെ വേണം. രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ കണ്ടിന്യൂസ് കോളേജിൽ ഇരുന്ന് പഠിക്കണം. എക്സാമുകൾ എഴുതി എക്സ്പീരിയൻസ് ചെയ്യണം. 100% നമ്മളെ ടീച്ചേഴ്സും മെന്റേഴ്സും കൺട്രോൾ ചെയ്ത് 100% ഫോക്കസ് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കാനുള്ള എല്ലാവിധ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്ന ആ ഒരു മിഷനിലോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഈഗിൾസിൽ വളരെ സീറ്റ് ലിമിറ്റഡ് ആണ്, അവസരങ്ങൾ വളരെ കുറവാണ്. കിട്ടാവുന്ന അവസരം നിങ്ങളെ ഭാഗ്യം എന്നുള്ള ലെവലിൽ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് അടുത്ത അറ്റംപ്റ്റിൽ നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം. ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോൾ ഒട്ടനവധി പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. ആ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇനി ഒരു ഫെയിലിയർ കാണുന്ന സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ ഫോണുകൾ കൺട്രോൾ ചെയ്യപ്പെടാത്ത സിറ്റുവേഷൻ, നിങ്ങൾക്കറിയാം. നിങ്ങൾ ഫോണുകൾ കൺട്രോൾ ചെയ്യപ്പെട്ടില്ലെങ്കിൽ അതടക്കം നിങ്ങൾ എക്സാമിനെ ബാധിക്കും. 100% നിങ്ങളുടെ ഫോൺ ഒന്നില്ലാതെ ഇരുന്ന് പഠിക്കണം. നിങ്ങൾക്ക് ഈഗിൾസിനെ കുറിച്ച് നിങ്ങൾ കാണുക, അന്വേഷിക്കുക, ഈഗിൾസിൽ വിളിക്കുക. എന്താണ് ഇവിടുത്തെ സിസ്റ്റം, എന്തുകൊണ്ട് ഇത്രയും വിദ്യാർത്ഥികൾ ഇവിടുന്ന് പാസ്സാവുന്നു, മറ്റേ സിംഗിൾ സെന്ററിൽ നിന്ന് 112 വിദ്യാർത്ഥികൾ ഇങ്ങനെ പാസ്സാവുന്നു, എന്തുകൊണ്ട് ഇത്രയും റിസൾട്ട് ഉണ്ടായി എന്നതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ച് അടുത്ത അറ്റംപ്റ്റിൽ ഇവിടുത്തെ ഈ മിഷനിൽ ആ 100-ലധികം വിദ്യാർത്ഥികളിൽ നിങ്ങളും പങ്കാളിയാവുന്ന തരത്തിലോട്ട് നമുക്ക് വരണം. ഒരുമിച്ച് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ വരാൻ പോകുന്ന ജൂൺ 2024 എക്സാമിൽ നമ്മൾ പാസ്സാവും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.